എടി എനിക്ക് ഭയങ്കര തലവേദന. നീ ഒരു ചായ ഉണ്ടാക്കണ്ടോ? ആ ശരി ഏട്ടാ. അയ്യോ. ഇതാ ചായ. എന്തു പറ്റിയെന്നേ? ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ടെന്ന് തോന്നുന്നു. അതേടി, ഈ കമ്പനിയിലെ ജോലി വലിയ ബുദ്ധിമുട്ട് തന്നെയാ. അവർ തരുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്താ ചെയ്യുക, ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാന്ന് വെച്ചാൽ അതിന് എൻ്റെ അടുത്ത് കാശുമില്ല. എന്താ ഇപ്പൊ ചെയ്യുക? അതെ, നിന്റെ ചേട്ടനടുത്ത് ബിസിനസ് ചെയ്യാനായിട്ട് കുറച്ച് കാശ് വെച്ച് നോക്കിയാലോ? ഒരു 6 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാം. എന്താ ഏട്ടാ, എന്റെ ചേട്ടൻ എന്താ അതിനു മാത്രം പണക്കാരനാണോ? ചേട്ടൻ സമ്പാദിക്കുന്ന പകുതി പണം ചേട്ടത്തി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി കലക്കും. ഇനി അഥവാ ഞാൻ ചോദിച്ചിട്ട് എന്റെ ചേട്ടൻ വല്ല പണവും തന്നാലോ? എന്റെ ചേട്ടത്തി ചേട്ടനെ ഡൈവേഴ്സ് ചെയ്ത് അവരെ വീട്ടിലേക്ക് പോകും. നീ എന്താ പറയുന്നേ? ഒരു പ്രാവശ്യം ചോദിച്ചു നോക്ക്. ഇല്ലെന്നേ, എന്റെ ചേട്ടനോട് കാശ് ചോദിക്കുന്നതിനേക്കാളും വെറുതെ ഇരിക്കുന്നതാ നല്ലത്. അദ്ദേഹത്തോട് കാശ് ചോദിച്ചാൽ നമുക്കാ നാണക്കേട്. ശരിയെന്നാ, അത് വിട്ടേക്ക്. നിന്റെ വീട്ടുകാരോട് ഇച്ചിരി കാശ് ചോദിച്ചു നോക്കാൻ പറയുമ്പോ നിന്റെ മോഹം അങ്ങനെ അങ്ങ് മാറുവാണല്ലോ. എന്താന്നേ, അവരോടൊക്കെ കാശ് ചോദിച്ച് ഞാൻ നാണം കെടണമെന്നാണോ പറയുന്നത്? എനിക്ക് പറ്റില്ല. ചേട്ടാ, ചേട്ടാ, ഇതാ പാല് കുടിക്കൂ. എന്തു പറ്റി? എപ്പോ നോക്കിയാലും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന എന്താ? അങ്ങനെയൊന്നുമില്ല. എന്താ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നതെന്ന് എനിക്കറിയാം. ആ പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തല്ലേ ഇങ്ങനെ വിഷമിക്കുന്നത്? അതെ. എന്താ ചേട്ടാ ഇത്? ചേട്ടന്റെ അച്ഛനോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? എന്റെ അച്ഛനടുത്തോ? അതേന്നേ, അച്ഛൻ കുറച്ചു പണം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്മളോട് മുമ്പ് പറഞ്ഞിരുന്നില്ലേ? അതിന് ആ പണം അച്ഛനോട് ബാങ്കിൽ നിന്നും എടുത്തു തരാൻ പറഞ്ഞാ പോരെ? ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് എന്റെ അച്ഛൻ ജീവിച്ചു പോകുന്നത് തന്നെ. അതൊന്നും തരില്ല. അതെന്താ തരില്ലാന്ന് പറഞ്ഞത്? ചോദിച്ചാ അച്ഛൻ തന്നിരിക്കും. സത്യാണോ? നിനക്കെന്നറിയാം? ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായും തരും. നമ്മൾ എന്തൊക്കെ കുത്തിമറിഞ്ഞാലും എന്റെ അച്ഛൻ തരില്ല. നോക്ക് ചേട്ടാ, ഈ ആഴ്ച നിങ്ങൾ നാട്ടിലേക്കൊന്ന് പോയിട്ട് വാ. തിരിച്ചു വരുമ്പോ അച്ഛനെ കൂടെ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് സമ്മതിപ്പിക്കാം. ശരി, നീ പറഞ്ഞ പോലെ ഞാൻ പോയിട്ടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാം. നീ പറഞ്ഞ പോലെ നടന്നാൽ അത് നല്ലതായിരിക്കും. എന്താ അച്ഛാ, ബാഗ് വെയിറ്റ് ആണ്, ഞാൻ എടുക്കാൻ തന്നെ സമ്മതിക്കില്ലല്ലോ അല്ലേ? അതൊന്നും സാരമില്ലടോ. ഇതിനേക്കാളും വലിയ ഭാരം എടുത്തിട്ടുള്ളവരല്ലേ നമ്മള്. അച്ഛനോ ശക്തിമാനാ. കേറി വച്ച. ഗീത, ഗീത, ആരാ വന്നിരിക്കുന്നു നോക്കിയേ. വരൂ അച്ഛാ, സുഖം തന്നെയല്ലേ? എനിക്ക് സുഖ. നീ നന്നായിരിക്കുന്നോ മോളെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, സുഖായിരിക്കുന്നു. എന്താ അച്ഛാ അത്? നിങ്ങൾ എത്ര കാലായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ഞങ്ങൾ ഇവിടെയുള്ള കാര്യം തന്നെ അച്ഛൻ മറന്നെന്ന് തോന്നുന്നു. മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നു പോയിക്കൂടെ? നാട്ടിൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് മോളെ. അതൊക്കെ തീർക്കാൻ തന്നെ എനിക്ക് സമയം പറ്റുന്നില്ല. പിന്നെ കൂടെ കൂടെ ഇവിടെ വന്നാ നിങ്ങൾ രണ്ടാൾക്കും അത് ബുദ്ധിമുട്ടാവില്ലേ? എന്താ അച്ഛാ ഇത്? ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? അച്ഛനെ കൊണ്ട് എപ്പോഴും ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമാണ്. എന്നാ ശരി അച്ഛാ, അച്ഛൻ പോയി ഫ്രഷപ്പ് ആയി വരൂ.
അച്ഛന് വേണ്ടി സ്പെഷ്യലായി ടിഫിൻ ഉണ്ടാക്കിയേക്കാം. ആട്ടെ മോളെ. അച്ഛൻ വാ, ഞാൻ റൂം കാണിച്ചു തരാം. ആ ആ. ആ അച്ഛാ, ആ. അച്ഛൻ പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്കെല്ലാം കഴിക്കാം. ആ ആയിക്കോട്ടെ. ഗീത, ആ എന്താ ചേട്ടാ? കഴിക്കാൻ റെഡിയായോ? ആ റെഡിയായി, ഇപ്പൊ കൊണ്ടുവരാം. അച്ഛാ, ആ പറ മോനെ. കഴിഞ്ഞില്ലേ അച്ഛാ? പെട്ടെന്ന് വാ, ദേ വരുന്നു. കഴിക്കാനുള്ള എടുത്തു വെച്ചു, വാ. ആ വരാ വരാ. ആ ആ മതി മോളെ മതി. ആ മതി. കുറച്ച് ഒഴിക്കേ. ടിഫിൻ ഗംഭീരായിട്ടുണ്ട്. വളരെ നന്ദി അച്ഛാ. ശരി, എനിക്ക് ഓഫീസിൽ പോകാൻ സമയം, ഞാൻ പോയിട്ട് ആ വരാം. ശരി. ചേട്ടാ, ഉച്ചയ്ക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കേണ്ടത്? ഞാനിന്ന് ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. അച്ഛന്റെ ഇഷ്ടം എന്താണോ അത് ഉണ്ടാക്കി കൊടുക്കേ. അതെ, എന്താ ചേട്ടാ ഇത്? അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ, ഒരു ദിവസമെങ്കിലും ചേട്ടൻ അച്ഛന്റെ ഒപ്പം ഇരുന്നൂടെ? ഇന്ന് ലീവ് എടുക്കുന്നേ. മട്ടൻ കറി അച്ഛന് വളരെ ഇഷ്ടമാണ്. പെട്ടെന്ന് പോയി 1 കിലോ മട്ടൻ വാങ്ങിക്കൊണ്ടുവാ. അതൊന്നും വേണ്ട മോളെ. അവൻ ഓഫീസിൽ പോകാൻ വിട്. എനിക്ക് വേണ്ടി അവനിനി ലീവ് ഒന്നും എടുക്കണ്ട. അതെ ഗീത, എനിക്കിന്ന് ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. അങ്ങനെയാണോ? എന്നാ ശരി, ചേട്ടൻ ഓഫീസിൽ പോയിക്കോളൂ. അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇന്നുണ്ടാക്കിയേക്കാം. ഓക്കെ, എന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോകണേ. അച്ഛന്റെ കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധിച്ചോണം. എന്താ ചേട്ടാ ഇത്? അച്ഛനെ നന്നായി നോക്കണമെന്ന് ചേട്ടൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അതൊക്കെ എനിക്കറിയാം, ഞാൻ നോക്കിക്കോ.